ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങൾ പുതിയ ഡസ്റ്ററിനെ പറ്റി ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവായിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പോൾ പ്രൈസും കൂടെ വന്ന സ്ഥിതിക്ക്, അതായത് 10.29 ലാക്സിലാണ് ആർ പാസ് വെച്ചത്, അതായത് പ്രീ ബുക്ക് ചെയ്തവരുടെ ഈ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ 10.49 ലാക്സ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ ഈ വണ്ടിയുടെ ബേസ് മോഡൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, ഇത് ശരിക്കും വാല്യൂ ഫോർ മണി ആണോ അതോ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ, അതായത് ഇതിപ്പോൾ ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുകളിൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് അധികം വരുന്നില്ല. സോ ഏതാണ് നല്ല വേരിയൻ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിൽ ഫ്രണ്ടിൽ ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജും കിട്ടുന്നുണ്ട്, ടോപ്പിൽ കിട്ടുന്ന പോലെ തന്നെ. പിന്നെ LED DRLs നമുക്ക് ബേസ് മോഡലും പോലെ അവൈലബിൾ ആണ്. LED ഹെഡ് ലാംപ്സും കിട്ടുന്നുണ്ട്, പക്ഷേ മൊത്തത്തിൽ LED അല്ല. പിന്നെ താഴത്തേക്കൊക്കെ വരികയാണെങ്കിലും നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് കിട്ടുന്നില്ല, അതിന് പകരം നോർമൽ ബ്ലാക്ക് ഡോട്ട് സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ത്രൂ ഔട്ട് ബോഡി ക്ലാഡിങ് അത് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. ഇനി സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ORVMസിൽ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ ഇതിൻ്റെ അകത്ത് വേറെ LED ഫിനിഷ് വരുന്നില്ല. അതായത് നമ്മുടെ ലൈസൻസ് പ്ലേറ്റ് ലാമ്പ് അത് LED അല്ല, ബാക്കിൽ വരുന്നതെല്ലാം ഹാലജൻ ആണ്. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ അതൊക്കെ ബോഡി കളർ കിട്ടുന്നുണ്ട്. ഈവൻ നമ്മുടെ മിറേഴ്സ് ആണെങ്കിൽ പോലും ബോഡി കളർ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ എന്തായാലും റെനോയുടെ ലോഗോ വരുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് ടോപ്പിൽ നമ്മൾ കണ്ടാണ് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി വീൽസിൻ്റെ കേസ്, ഇതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതായത് 17 ഇഞ്ച് വീൽസാണ് നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നത്. സംഭവം സ്റ്റീൽ വീൽസാണ്. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളോ വീൽ ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വീൽ ക്യാപ്പ് ഇടണമെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇട്ട് തരും, അതിന് വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പുറത്തുനിന്നാണെങ്കിൽ ഇടാവുന്നുള്ളൂ. ഇനി അതല്ല അലോയ്സ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും വലിയ പ്രശ്നമില്ല. ടയർ മാറ്റാതെ തന്നെ നമുക്ക് സ്റ്റോക്ക് ടയറിൽ തന്നെ അലോയ് വേണമെങ്കിൽ വാങ്ങിച്ചിടാവുന്നുള്ളൂ. 17 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈസും ഉണ്ടാവും. ഇതിന് മുകളിലേക്കുള്ള 2-3 വേരിയൻസിലെല്ലാം നമുക്ക് 17 ഇഞ്ച് വീൽസ് കിട്ടുന്നുള്ളൂ. ആകപ്പാട് ഐക്കോണിക് വേരിയന്റിലാണ് 18 ഇഞ്ച് വരുന്നത്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാം LED ലൈറ്റ്സ് അല്ല കിട്ടുന്നത്. റിയർ ടെയിൽ ലാംപ്സ് LED ആണ്, പക്ഷേ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ റിവേഴ്സ് ലൈറ്റ്, പിന്നെ നേരത്തെ പറഞ്ഞ ലൈസൻസ് പ്ലേറ്റ് ലൈറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും LED അല്ല. പിന്നെ റിയർ വൈപ്പർ വാഷർ D4 അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. റിയർ സ്പോയിലർ ഏതായാലും ഒരു ബേസ് മോഡൽ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്സ് ബാക്കിലുണ്ട്, പക്ഷേ അത് സിൽവർ ഫിനിഷിലൊന്നും അല്ല, ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളിതിന് തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലൈറ്റ്സിൻ്റെ സംഭവം അത് മൊത്തം LED ആവും. ഫ്രണ്ടിൽ നമുക്ക് പറഞ്ഞ LED ലൈറ്റ്സ് എല്ലാ സെറ്റപ്പും LED ആവുന്നുണ്ട്, ബാക്കിലും കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആവും. പിന്നെ റിയർ വൈപ്പർ വാഷർ ഡിഫോഗർ അതെല്ലാം ഇതിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടും. ഈവൻ അലോയ് വീൽസ് വരെ നമുക്ക് ഇതിന് തൊട്ട് മുകളിലത്തെ വേരിയന്റിൽ കിട്ടുന്നുണ്ട്. അത് സിൽവർ വീൽസ് ആണ്, പക്ഷേ 17 ഇഞ്ചിൽ തന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്. സോ നിങ്ങളതിനും ഇനി എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇതാണ് ഈ വാഹനത്തിന് ഇതിന് തൊട്ട് മുകളിലത്തെ വെച്ച് കമ്പയർ ചെയ്യാനുള്ള എക്സ്റ്റീരിയറിൻ്റെ കാര്യങ്ങൾ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫീച്ചേഴ്സായിട്ടെങ്കിലും ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നില്ല ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ. എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിയറിംഗ് വീലെല്ലാം ടോപ്പിൻ്റെ അതേ ഡിസൈൻ അതാണ് കിട്ടുന്നത്, പക്ഷേ ലെതർ റാപ്ഡൊന്നും അല്ല. അതുപോലെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇല്ല, സ്റ്റിയറിംഗ് മോണർ കൺട്രോൾസ്, മീഡിയ കൺട്രോൾസ് വരുന്നില്ല. ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ കൺട്രോൾ എന്നുള്ള കുറച്ച് കൺട്രോൾസ് റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏകദേശം അടുത്തൊരു 3-4 വേരിയൻസിൽ ഈ സാധനമാണ് കിട്ടുന്നത്. ടോപ്പിൻ്റെ പിന്നെ ഐക്കോണിക് പ്ലസ്സിലുമാണ് അവർ 10.25 ഇഞ്ചസിൻ്റെ പുതിയ ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് ഈ ഒരു 7 ഇഞ്ചസിൻ്റെ കളർ TFT ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അത് ആക്ച്വലി നല്ല കാര്യമാണ്, അവർ അറ്റ്ലീസ്റ്റ് കളർ ഡിസ്പ്ലേ എങ്കിലും കൊടുത്തല്ലോ. സാധാരണ ബേസ് മോഡലെല്ലാം മറ്റേ കളറില്ലാത്ത മോണോക്രോം ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഏകദേശം മാഗ്നൈറ്റിലൊക്കെ കണ്ടിരിക്കുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പം. പ്രത്യേകിച്ച് ബേസ് മോഡലാൽ ഓർ ഇവനടുത്ത ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റും അതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റും ഈ ഡിസ്പ്ലേ കുഴപ്പമില്ല. ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഫിനിഷ് ഞാൻ പറഞ്ഞു. ഓട്ടോ ഹെഡ് ലാംപ്സ് ആക്ച്വലി ഈ വണ്ടിയിൽ ബേസ് മോഡൽ പോലെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡോർ പാഡ്സിലായിട്ട് 4 പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഈ 4 എണ്ണത്തിലും ബേസ് മോഡൽ മുതൽ തന്നെ ഓട്ടോ അപ്പ് ഡൗൺ വരുന്നുണ്ട്. അതെങ്ങനെ അവർ കൊടുത്തു എന്ന് എനിക്കറിയില്ല. മിക്ക കമ്പനികളും ഇപ്പോൾ ഓട്ടോ അപ്പ് ഡൗൺ തന്നെ എല്ലാ ഇതിലും കൊടുക്കാറില്ല, ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് പക്ഷേ എന്തായാലും എല്ലാത്തിലും ഉണ്ട്. പിന്നെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫോൾഡ് ചെയ്യാൻ എല്ലാ സംഭവം ഉണ്ട്. അതുപോലെ IRVM നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അകത്ത് ക്യാബിൻ ലാമ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിലൊന്നും പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്കി സെൻറ്റർ കൺസോൾ ഡിസ്പ്ലേ അല്ലെങ്കിൽ സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇൻഫോടൈം സിസ്റ്റം സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ല. ആൻഡ് അതിന് പകരം അവരവിടെ ജസ്റ്റ് ഒരു ഫ്രീ സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വയ്ക്കാം. 10 ഇഞ്ച് ഏറിയ വണ്ടിക്കകത്ത് മാക്സിമം ടോപ്പിൻ്റെ സൈസ് വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് 10-12 ഇഞ്ചൊക്കെ ആ ഒരു ബസ്സിൽ ഫില്ലാവുന്നതനുസരിച്ച് വയ്ക്കാം. ഡാഷ്ബോർഡ് ഡിസൈൻ ഏകദേശം നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഈ ഒരു മെറ്റീരിയലാണ് കിട്ടുന്നത്. ബേസ് മോഡലൊന്നും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും അവർ കൊടുത്തിട്ടില്ല, അത് വലിയ പ്രശ്നമല്ല. പക്ഷേ സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ബേസ് മോഡൽ ആയതുകൊണ്ട് കമ്പനികൾ എല്ലാ തരത്തിലുള്ള ഈ മൾട്ടി
കളർ ഫിനിഷ്, അതായത് സിൽവർ ആയിക്കോട്ടെ ഗ്ലോസി ബ്ലാക്ക് ആയിക്കോട്ടെ എല്ലാം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതിനകത്ത് എന്തായാലും സിൽവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആക്ച്വലി വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ അതിൻ്റെ താഴെ വരുന്ന എ സി കൺട്രോൾസ് എല്ലാം നമുക്കൊരു നോർമൽ മറ്റേ ഫിനിഷാണ്. എ സി വെൻസും സാധാരണ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. എനിക്ക് മെയിനായിട്ട് തോന്നിയത് നമ്മുടെ എ സി കൺട്രോൾസ് ആണ്. ഇതിനകത്ത് ഓട്ടോ എ സി അവർ കൊടുത്തില്ല, അത് ഓക്കെ, ബേസ് മോഡലാണ്, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ക്ലൈമറ്റ് കൺട്രോൾ ഇല്ലാതെ തന്നെ നല്ല ഫിനിഷുള്ള മാനുവൽ എ സി വരുന്നുണ്ട്. ഇപ്പോൾ സെൽറ്റോസിൻ്റെ ഒക്കെ ബേസ് മോഡൽ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസുള്ള കൺട്രോൾസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ കുറച്ചുകൂടി ഒരു പ്രീമിയം കൺട്രോൾസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ബേസ് മോഡൽ ഓട്ടോ എ സി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തോന്നില്ലായിരുന്നു. ബേസ് മോഡൽ മാത്രമല്ല, ആക്ച്വലി ഇതിൻ്റെ ഈ വേരിയൻറ്റും അതുപോലെ തൊട്ടുമാണ്, അതായത് നമ്മുടെ എവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ഓട്ടോ എ സി വരുന്നില്ല. ടെക്നോ വേരിയൻ്റ്, അതായത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് തൊട്ടാണ് അത് കിട്ടുന്നത്. എന്തായാലും സ്റ്റോറേജ് ഏരിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. ഫ്രണ്ടിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. പിന്നെ ഗിയർ നോബിൻ്റെ താഴത്താണെങ്കിലും സിൽവർ ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം പ്രീമിയം ആണെന്ന് പറയും ബേസ് മോഡൽ സംബന്ധിച്ച് നോക്കുമ്പം. ഇനി സീറ്റ്സ് ആണെങ്കിലും നമുക്ക് മൊത്തത്തിലൊരു ഫാബ്രിക് ഫിനിഷിലാണ് കിട്ടുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ടോപ്പ് മോഡൽ പോലൊക്കെ തന്നെയാണ്. ഹെഡ് റെസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് സീറ്റ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ, അതായത് ബേസ് മോഡൽ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. ഇതിനകത്ത് പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഒന്നും ഓപ്ഷൻ നിങ്ങൾ ബേസ് മോഡൽ എന്തായാലും പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. 3 3-point സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. റിയർ എ സി വെൻസ് വരുന്നുണ്ട്. അതുപോലെ ഈവൻ റിയർ സെൻറ്റർ ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ അതും അവർ കംപ്ലീറ്റ്ലി നോക്കിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ABS, TBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ബേസ് മോഡൽ പോലെ അവൈലബിൾ ആണ്. സോ അഗൈൻ അതിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് പ്രശ്നമുള്ള ആവശ്യമൊന്നുമില്ല. ഇനി ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളേഴ്സൊന്നും ഇല്ല, ആകെപ്പാട് 3 കളറേ ഉള്ളൂ. ബ്ലാക്ക് കളർ ഒരു ബേസ് മോഡൽ പോലെ കൊടുക്കുന്നുണ്ട്, അത് ആക്ച്വലി നല്ലതാണ്. മിക്ക കമ്പനികളിൽ ഇപ്പം ബ്ലാക്ക് കളർ വലിയൊരു സംഭവമായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ വൈറ്റ് ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്. ഇതാണ് 3 കളറ്. ഇനി വീണ്ടും ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആകെപ്പാടെ 1 ലിറ്റർ ടൈപ്പ് ഓഫ് പെട്രോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. 100 PS പവറും 160 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. മാനുവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 6 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. ഇതിനകത്ത് പിന്നെ 1 ലിറ്റർ എഞ്ചിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് കൊടുത്തിട്ടേ ഇല്ല. മാഗ്നൈറ്റിലൊക്കെ ആണെങ്കിൽ CVT ഓട്ടോമാറ്റിക് എങ്കിലും ഉണ്ടായിരുന്നു. ഡസ്റ്ററിലേക്ക് വന്നപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 1.3 ടർബോ DCT എടുക്കേണ്ടി വരും. ഇനി പ്രൈസ് നമുക്ക് നോക്കാം. ബേസ് മോഡൽ ആയതുകൊണ്ട് അഗൈൻ ഞാൻ പറഞ്ഞു 1 ലിറ്റർ മാനുവൽ മാത്രമേ ഉള്ളൂ ടർബോ പെട്രോൾ. 10.49 lakhs ആണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്ന ഒത്തൻറ്റിക് വേരിയൻറ്റ്. ഇനി പാസ്, അതായത് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓർ ഈവൻ മാർച്ച് 30-നുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് 10.29 lakhs എക്സ്ഷോറൂം പ്രൈസിൽ വണ്ടി കിട്ടും. അത് അത്യാവശ്യം നല്ല പ്രൈസാണ്. ഒരു 12.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ളിൽ നമുക്കതിൻ്റെ ബേസ് മോഡൽ ഓൺ റോഡ് കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവല്യൂഷൻ മോഡലിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചധികം ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻ സിസ്റ്റം വരും. അതിൻ്റെ അകത്ത് തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വരും. പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്, കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ആഡ് ആവുന്നുണ്ട്. അലോയ്സിൻ്റെ കേസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ നിങ്ങളിപ്പം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ അധികം വരുന്നില്ല. 1.25 ലക്ഷം രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അഗെയിൻ ഓട്ടോ AC ഒഴികെ. അത് ആ ഡിസൈൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുറ്റം പറയില്ലായിരുന്നു. സർക്കുലർ നോബ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രീമിയം ഫിനിഷ് കിട്ടാത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ടെക്നോ ആണ്. അത് 2 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ബഡ്ജറ്റിൻ്റെ പുഷ് ചെയ്യുന്നതിനോട് ഞാൻ എതിർക്കില്ല. കാരണം നമുക്ക് പവർ ടെയിൽ ഗേറ്റ്, പിന്നെ മറ്റേ ഇത് പാനോറാമിക് സൺറൂഫ്, ഇതൊക്കെ ടെക്നോ വേരിയൻ്റെ മൂലം കിട്ടുന്നൊരു ഫീച്ചറാണ്. സോ വേണമെങ്കിൽ പോകാം, അല്ലാത്ത പക്ഷം വേണമെങ്കിൽ ഇവല്യൂഷൻ വരെ പോയാലും മതി. ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് അവിടെ ഉണ്ട്. ഇനി ടർബോ പെട്രോളിൻ്റെ പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഒതൻറ്റിക് മോഡലില്ല, പക്ഷേ അഗൈൻ നമുക്ക് ബാക്കി 1.3 ടർബോ ഇവല്യൂഷൻ മൂലം അങ്ങോട്ട് ബാക്കി എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്. ഇത് DCT മോഡലിൻ്റെ പ്രൈസാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസും ബാക്കി ഫീച്ചേഴ്സും എല്ലാം വരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് മോഡലിനെ പറ്റി തോന്നുന്നത് അവിടെ കമൻസിൽ പറഞ്ഞേക്കാം. നമ്മളെന്തായാലും ഇതിൻ്റെ എവല്യൂഷനും അതുപോലെ ടെക്നോ പ്ലസ് തുടങ്ങിയ വേരിയൻസിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമ്മുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.